ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് ഞാനും സുക്കൂറും കൂടിയിട്ട് ഗൈസ് ഒരു അടിപൊളി കാറും കാര്യങ്ങളൊക്കെ മേടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഗൈസ് രാവിലെ തന്നെ ഒരു കാർ മേടിക്കാൻ ഒരു പ്ലാൻ ഇട്ടിട്ടാണ് ഉറങ്ങി എണീച്ചത്. കുറച്ച് ടി വി നോക്കാൻ വിചാരിച്ചു ഗൈസ്. നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ട് ഗൈസ്. ഒരു കാറും കാര്യങ്ങളൊക്കെ നമ്മൾ സിറ്റിയിൽ ഇതുവരെ മേടിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഒരു കാറും കാര്യങ്ങളൊക്കെ മേടിക്കാൻ നമ്മൾ എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക ഗൈസ്. ഈ ഡ്രസ്സിൽ കാർ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്നും കറക്റ്റാവില്ല. അപ്പോൾ നേരത്തെ നമുക്ക് എന്തായാലും ഓരോ കാര്യങ്ങളൊക്കെ ഇടാം. അപ്പോൾ എന്ത് ഡ്രസ്സിൻ്റെ ഗൈസ് ഓക്കെ മൊത്തം ഒരു പ്ലാനൊന്നും ഇല്ല. ഇപ്പോൾ ഏത് കാർ എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ സുക്കൂറിൻ്റെ ഒരു ഐഡിയയും നമ്മുടെ ഒരു ഐഡിയയിലാണ് പോകാൻ പോകുന്നത് ഗൈസ് ഓക്കെ. അപ്പോൾ നമ്മളെന്തായാലും ഒരു അടിപൊളി ഷർട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഷർട്ട് വേണം, ഷർട്ട് ഇടാം ഗൈസ് ഓക്കെ, ബനിയും വേണ്ട. ഇനി കാർ ഷോറൂമിൽ പോയിട്ട് അവർ പിച്ചക്കാരെന്ന് വിളിക്കേണ്ട ഐ ഗേജ് നമ്മൾ വരുത്താൻ പാടില്ല ഗൈസ് ഓക്കെ. അപ്പോൾ നേരെ തന്നെ നമ്മളെന്തായാലും അടിപൊളി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോകുക ഗൈസ്. ഏത് കാർ മേടിക്കുക പറഞ്ഞൊരു ഐഡിയ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളി ലക്ഷറിയസ് സൂപ്പർ കാറാണ് നമുക്ക് മേടിക്കേണ്ടത് ഗൈസ്. നമ്മുടെ സുക്കൂറിൻ്റെ കാര്യം ഇവിടെ എവിടെയാണെന്ന് അറിയില്ല. ഇവന് ഗെയിമിംഗ് റൂമിൽ വന്നോന്നില്ല ഗൈസ്. ഇവിടെ അല്ലേ സുക്കൂർ, എവിടെ പോയിട്ടുണ്ടാവുമെന്ന് അറിയില്ല. ഓക്കെ, താഴെ എന്തായാലും നമ്മുടെ സുക്കൂർ ഉണ്ടാവും, അത് വേറെ കാര്യം. അപ്പം എന്തായാലും നമുക്ക് താഴെ പോയി നോക്കാം ഗൈസ് ഓക്കെ. അപ്പോൾ നമ്മുടെ ഫ്രാങ്കൽ മച്ചമ്പി ആണെങ്കിൽ നല്ല ക്യൂരിയോസിറ്റി ഉണ്ട് ഗൈസ് ഒരു കാർ മേടിക്കാനേൽ. നമ്മുടെ കയ്യിൽ ആകെപ്പുള്ള ഒരു താറും പിന്നെ റോയൽ എൻഫീൽഡ് ഒരു 100 ഗൈസ് നമ്മുടെ കയ്യിൽ ഉള്ളത്. വേറെ ഒരു ഒന്നുമില്ല നമ്മുടെ കയ്യിൽ ഓക്കെ. അപ്പോൾ ചെറുതായി ഫണ്ടും കാര്യങ്ങളൊക്കെ അത് ഗൈസ് നമ്മുടെ സുക്കൂർ വന്നിട്ടുണ്ട്. അപ്പോൾ സുക്കൂറെ നമുക്ക് എന്തായാലും കാറും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോവാം ഓക്കെ ഗൈസ്. അപ്പോൾ നേരെ തന്നെ നമുക്ക് എന്തായാലും കാറും കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമ്മുടെ ഗാരേജിലാണെങ്കിൽ ഒന്നുമില്ല ഗൈസ്, ആകെ ഉള്ളൊരു സൈക്കിൾ മാത്രമാണ്. ഈ സൈക്കിൾ വെച്ചിട്ടിപ്പോൾ നമ്മളൊന്നും ചെയ്യാനും പോലുള്ള ഓക്കെ. അപ്പോൾ നമ്മളെന്തായാലും ഗൈസ് താർ ജീപ്പിൽ നമുക്ക് എന്തായാലും പോയി കാറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാം ഗൈസ് ഓക്കെ. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ് ഓക്കെ. എടാ സുക്കൂർ ഇങ്ങോട്ട് എടാ ഇവനെന്താ ബൈക്കിന് അവിടെ പോയി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കയറാം ഓക്കെ. അപ്പോൾ നേരത്തെ തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം ഗൈസ്. താർ ജീപ്പിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മുടെ ജിമ്മിയും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു അടിപൊളി ഫ്രഷ് വണ്ടി നമ്മൾ എന്തായാലും എടുക്കാൻ പോകും. ഇപ്പം ഇല്ലെങ്കിൽ വണ്ടി പൂളിൽ പോയേനെ. ഒരു വണ്ടി എടുക്കണ വരെ ഒരു വണ്ടി പോയിട്ടുണ്ടാവും, അത് വേറെ കാര്യം, അത് കുഴപ്പമില്ല ഗൈസ് ഓക്കെ. അപ്പോൾ നേരത്തെ നമ്മളെന്തായാലും താർ ജീപ്പ് എടുത്തിട്ട് കത്തിച്ച് വിട്ടെ ഗൈസ്. റൈറ്റ് എടുക്കണം ഓക്കെ. ഗൂഗിൾ മാപ്പുള്ള കാര്യം നമ്മൾ രക്ഷപ്പെടുന്നു, ഇല്ലെങ്കിൽ വഴിയും കാര്യങ്ങളൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. സിറ്റിയിൽ നമ്മൾ പുതിയതാണ്, അത് വേറെ കാര്യം ഓക്കെ. ലെഫ്റ്റ് എടുക്കാം, ലെഫ്റ്റ് റൈറ്റ് എവിടേക്കെങ്കിലൊക്കെ പോകുക തന്നെ. ഈ വണ്ടി നമ്മൾ മോഡിഫൈ ചെയ്താണ് ഗൈസ്. വീണ്ടും നമ്മളെല്ലാം മോഡിഫൈഡ് ചെയ്തൊക്കെ നമ്മൾ വീണ്ടും റീയൂസ് ചെയ്തിരിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സിറ്റി MVD പോലീസ് ഇവരൊക്കെ പ്രശ്നമാണ് ഗൈസ്. ഓവർ മോഡിഫൈ ചെയ്താൽ പണിപ്പാളും, വലിയ നല്ല രീതിയിൽ പണിപാളും ഓക്കെ. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ഷോറൂമിൽ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഓക്കെ ഗൈസ്. ഇവിടെയാണെങ്കിൽ ക്രെറ്റയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ട് ഗൈസ് വണ്ടി. എനിക്ക് നല്ല രീതിയിൽ എടുക്കാൻ നല്ല താല്പര്യമുണ്ട് ഗൈസ് ഓക്കെ. അപ്പോൾ നമ്മുടെ സുക്കൂർ പറയുന്നത് വേണ്ടെന്നാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നോക്കാം ഗൈസ് ഓക്കെ. ഇത് ബൈക്കല്ല, നമ്മളെന്തായാലും ഒരു കാർ എടുക്കാൻ വന്നിരിക്കുന്നത് ഓക്കെ. അപ്പോൾ ഏതെടുക്കാം ഗൈസ്? പോർഷ ഉണ്ടല്ലോ, പോർഷ എടുത്താലോ ഗൈസ്. ഒറ്റ മൈൻഡ് ഒന്നും നോക്കട്ടെ, പോർഷ എടുക്കുക ഗൈസ് ഓക്കെ. സ്കോർപ്പിയോ ഉണ്ട്, ഫോർച്യൂണർ ഉണ്ട്, താർ ജീപ്പുണ്ട്. താർ നമ്മുടെ കയ്യിലുണ്ടല്ലോ. നമുക്ക് എന്തായാലും ഗൈസ് പോർഷ മേടിക്കും, ഒന്നും നോക്കില്ല. നമ്മൾ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിലാണ് ഗൈസ് ഇതിൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ബാക്കിൽ പോയി നോക്കാം ഗൈസ് ഓക്കെ. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ പോർഷയും കാര്യങ്ങളൊക്കെ ഡെലിവറി ആകുമ്പോൾ ബാക്കിൽ പോയിട്ട് സാധനങ്ങളൊക്കെ എടുക്കേണ്ടത്. എടാ ഈ സുക്കൂർ എന്താ ബാക്കിൽ തങ്ങി നിൽക്കുകയാണ് തോന്നുന്നു, പൊട്ടനാണ് തോന്നുന്നു കേട്ടോ അവൻ ഓക്കെ. അവൻ കേട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ നേരെ നമുക്ക് എന്തായാലും ബാക്കിൽ പോകും. എൻ്റെ മോനെ വേറെ ലെവൽ ഗൈസ്. അങ്ങനെ നമ്മൾ എന്തായാലും പുതിയ കാറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാവരും ക്ലാപ്പും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് ഓക്കെ. പണം പോട്ടെ പറുവട്ടിയാണ് ഗൈസ് നമ്മുടെ പോളിസിയും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മളെന്തായാലും നമ്മുടെ പോർഷയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പോർഷയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? W സാധനം ഗൈസ്, W സാധനം ഒന്നും പറയാനില്ല, W സാധനം തന്നെ. എന്തായാലും പോർഷ വേറെ ലെവലായിട്ടുണ്ട്. നമ്മുടെ സിറ്റിയിലെ എല്ലാവരും ഇനി ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്ന തോന്നുന്നത്. അപ്പോൾ നമ്മളെന്തായാലും സുക്കൂറിൻ്റെ താർ ജീപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ പോകാൻ പറയാം. ഇവനെവിടെ ഗൈസ്? ഇവനെ കാണാനില്ലല്ലോ ഗൈസ്. ഇത് ഏതോ ഒരുത്തം വന്നിട്ട് പറയണം വണ്ടി നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ്. ഹിന്ദിയിലാണ് പറയുന്നത്, നമുക്കൊന്നും മനസ്സിലാവില്ല. ചെറുതായിട്ടൊക്കെ മിന്നിയിട്ടുണ്ട്, ബഹുത്ത് അച്ഛ കാർ എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ അർത്ഥം അറിയുന്നവരെന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യും ഓക്കെ. അപ്പോൾ നേരെ നമുക്ക് എന്തായാലും നമ്മുടെ സുക്കൂർ എവിടെ ഗൈസ്? ഇവനെന്താ ഗൈസ് പോകും അവിടെ പോയിട്ട് ഇവനിക്കിത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എടാ സുക്കൂറെ, നീ താർ ജീപ്പൊക്കെ എടുത്തിട്ട് വാ, ഞാൻ വേണമെങ്കിൽ മറ്റേ പോർഷ എടുത്തിട്ട് പോവാം. നീ താർ ജീപ്പ് എടുത്തിട്ട് വീട്ടിൽ വിട്ടോ, എനിക്ക് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നീ നേരെ തന്നെ വിട്ടോ സുക്കൂറെ, നീ ഒന്നും നോക്കണ്ട, നേരെ വീട്ടിലേക്ക് വിട്ടോ, താർ ജീപ്പ് എടുത്തിട്ട് പോട്ടോ ഓക്കെ ഗൈസ്. അപ്പോൾ നേരെ തന്നെ നമുക്ക് എന്തായാലും പോർഷയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് കത്തിച്ച് വിടാം ഓക്കെ. ഇവനെന്താണ് ഇനിയും പോയിട്ടില്ല? ഇതാരാണ് ഗൈസ്? കാറ് തന്നതിൻ്റെ പറഞ്ഞാൽ നമ്മുടെ കാറിൽ വെറുതെ വരുന്നു. ഇവനെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല.
ടൈം വെച്ച് എന്തൊക്കെയോ കാണിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് എന്തായാലും പോർഷ് എടുത്തിട്ട് കത്തിച്ച് വിടുക ഗൈസ്. ഇതെന്തായാലും മോഡിഫൈ ചെയ്യണം എന്നുണ്ട്, പക്ഷെ ഇപ്പോൾ തൽക്കാലം ഇത് മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ കാറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നമ്മുടെ പോർഷ്യ 911 അടിപൊളി സാധനം ഗൈസ്. ഓക്കെ, അപ്പോൾ വേറെ ലെവൽ സാധനം. നമ്മൾ ഇന്ന് എടുത്തതിൽ വെറുത്ത ഐറ്റം ഒന്നും പറയാനില്ല, സാധനം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി സിറ്റിയിൽ കുറച്ച് പട്ടി ഷോ ഒക്കെ കാണിക്കാം ഗൈസ്. ഓക്കെ, പുതിയ കാറും കാര്യങ്ങളൊക്കെ എടുത്തതല്ലേ, ഫ്രാങ്ക്ലിൻ മച്ചമ്പി എടുത്ത വിവരം എല്ലാവരും ഒന്ന് അറിയട്ടെ. ഓക്കെ, ഓവർ അറിയിപ്പിക്കേണ്ട കാരണം എന്തറിയോ, കള്ളന്മാരുടെ ശല്യം ഇവിടെ നല്ല കൂടുതലാണ് പറയുന്നത് കേട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രിഫ്റ്റും കാര്യങ്ങളൊക്കെ അടിക്കാം. ഇപ്പോഴെങ്കിൽ ചുമരുമേ ഡ്രിഫ്റ്റ് ആയിട്ടുണ്ടാവും, അത് വേറെ കാര്യം. ഓവർ പട്ടിഷോ കാണിക്കുന്നില്ല, നേരെ നമുക്ക് വീട്ടിൽ പോയി ജിമ്മിൻ്റെ അടുത്ത് കാണിച്ചു കൊടുക്കണം. ജിമ്മി ഗൈസ്, ഇവൻ ഏതാ ഗൈസ്? ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ ഫ്രണ്ടാണ്. കൂട്ടുകാരൻ്റെ ഫ്രണ്ട് പറഞ്ഞാൽ മച്ചമ്പി അങ്ങനെ പറയാം. ഇവൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ഗൈസ്. ഓക്കെ, എടാ പുതിയ കാർ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, എങ്ങനെയുണ്ട്? റോട്ടിൽ നിന്ന് വണ്ടി മാറ്റാനൊക്കെ അവൻ ഹിന്ദിയിൽ എന്തൊക്കെയോ പറയുന്നു ഗൈസ്. പോടാ തടിയാ കേട്ടിട്ടുണ്ടാവോ? കുഴപ്പമില്ല. അപ്പോൾ നേരത്തെ